ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും. നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോയാലോ? അതിനു മുൻപായിട്ട് എന്താണ് തേർഡ് മാൻ? ഈ തേർഡ് മാൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പർവ്വതാരോഹരൊക്കെ അല്ലേ, അതേപോലെ തന്നെ അന്റാർട്ടിക്ക ഭാഗങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവർക്ക് കുറേ ദൂരം സഞ്ചരിക്കുമ്പോഴൊക്കെ അവരുടെ പിന്നിലായിട്ട് അവരെ പിന്തുടരുന്ന ഒരു വ്യക്തിയെ പോലെ തോന്നും. അപ്പൊ അവർ ക്ഷീണിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുന്ന സമയത്തായിരിക്കും എണീക്ക് എണീക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആള്. കുറച്ച് സമയത്തിന് ശേഷം അവിടെ അങ്ങനെ ഒരാളെ ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ കുറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ വളരെയധികം പഠിച്ചുറങ്ങുന്ന സമയത്തായാലും നമുക്കൊരു മോട്ടിവേറ്റർ പോലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? അതിനെയാണ് തേർഡ് മാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിൻ സ്വയമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് ഇത് മാലാഖയാണ്, നമ്മളെ സഹായിക്കാൻ വന്ന മാലാഖയാണ് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് വലിയൊരു സ്വപ്നം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ തേർഡ് മാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അത് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടാകും. ഈ ഒരു PSC പഠനത്തിലും നിങ്ങളുടെ കൂടെ തന്നെ ആ തേർഡ് മാൻ ഉണ്ട്. പഠിക്ക്, ഇന്നതാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നുകൂടി ഉഷാറാവ്, അങ്ങനെ മോട്ടിവേറ്റ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കാൻ അല്ലെങ്കിൽ എന്റെ ക്ലാസ് കേൾക്കാൻ കാരണം എന്തെങ്കിലും ഒരു വിഷമപ്പുറത്തായിരിക്കുമല്ലോ. എനിക്ക് ജയിക്കണം, എനിക്ക് വിജയിക്കണം, ഇതിനെക്കാട്ടിലും മുന്നിലെത്തണം എന്നുള്ള ചിന്തയിലായിരിക്കുമല്ലോ. അല്ലാതെ വെറുതെ ആരും എന്ത് കാണൂല, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊന്നും കാണൂല, അതേപോലെ തന്നെ നോട്ടൊന്നും എഴുതൂല, പഠിക്കൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും ഉയരത്തിലെത്തണം, അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് തരുന്ന എന്നിൽ അത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ആ തേർഡ് മാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ആ തേർഡ് മാൻ നമ്മൾ എന്ത് ചെയ്യണം, അവസരം കൊടുക്കാനുണ്ട്. അതായത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം വേണ്ടത്. അവർ നമ്മളിലേക്ക് എത്തട്ടെ അല്ലെ, നമുക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ആളുകൾ അനുഭവങ്ങൾ ഇതേപോലെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇന്നത്തെ പത്രത്തിൽ അതിനെ കുറിച്ചൊരു വിശദമായിട്ടുള്ള വിവരം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ കുട്ടികളോട് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എവിടെ എന്തല്ല, ഒറ്റപ്പെട്ടിട്ടല്ല, നമ്മൾ തളരുകയും ഇല്ല. നമ്മുടെ കൂടെ തന്നെ ആരുണ്ട്? തേർഡ് മാൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാട്ടോ. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. എന്താണ് നിയമസഭ? അതേപോലെ തന്നെ ലോകസഭ എന്താണ്? കേന്ദ്രത്തിലാണ് ലോകസഭ ഉള്ളത്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ആളുകളാണ് ലോകസഭയിൽ. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി, രാജീവ് ഗാന്ധിനെയൊക്കെ നമ്മൾ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ട്, വയനാട് നിയോജക മണ്ഡലമാണ് നമ്മളെല്ലാവരും നമ്മൾ ജയിപ്പിച്ചു വിട്ടിട്ടില്ലേ? അവരാണ് ലോകസഭയിലേക്ക് പോകുക. എന്താണ് ലോകസഭയിലേക്ക്? അതായത് നമ്മുടെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധിയായിട്ട് അവരെത്തുന്നത് എവിടേക്കാണ്? ലോകസഭയിലേക്ക്. എന്നാൽ നിയമസഭ എന്താണ്? നമ്മുടെ കേരളത്തിലുള്ള മന്ത്രിമാരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നിയമസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും നിയമസഭകളുണ്ട്. ഇനി കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരൊക്കെ ഉള്ളതാണ് ഇവിടെ കേന്ദ്രം. ഇവിടെ കേന്ദ്രം. കേന്ദ്രസഭയിലേക്ക് പോകുമ്പോൾ അവിടെ ലോകസഭയും രാജ്യസഭയുമാണ് ഉള്ളത്. എന്നാൽ കേരളത്തിൽ രാജ്യസഭ എന്നൊരു സഭ ഉണ്ടോ? ഇല്ല തന്നെ. എന്നാൽ രണ്ട് സഭകളുള്ള സംസ്ഥാനങ്ങൾ വേറെ തന്നെ ഉണ്ട്. ഇപ്പൊ തമിഴ്നാടൊക്കെ രണ്ട് സഭകളുള്ള സംസ്ഥാനങ്ങളാണ്. എന്താണ് രാജ്യസഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? രാജ്യസഭയിലെ ആളുകളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതല്ല. പ്രിയങ്ക ഗാന്ധി ആണെന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് പോയതാണ് ലോകസഭയിലേക്ക്. എന്നാൽ രാജ്യസഭയിലേക്ക് നമ്മൾ തെരഞ്ഞെടുക്കുന്നവരല്ല. നമ്മളിവിടെ തെരഞ്ഞെടുത്ത നിയമസഭ എന്ന് പറയുന്നത് കേരളത്തിലുള്ളത്, അതായത് ഓരോ സംസ്ഥാനത്തിലുള്ളതാണ് എന്ത്? നിയമസഭ എന്ന് പറയുന്നത്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? നിയമസഭ. ഈ നിയമസഭയിൽ നിന്നും അവർ നോമിനേറ്റ് ചെയ്ത ആളുകളാണ് എവിടെ ഉണ്ടാവുക? രാജ്യസഭയിൽ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളാണോ? ഒരിക്കലും അല്ല കേട്ടോ. അതേപോലെ തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുത്ത ആളുകൾ എന്തുണ്ടാവും? രാജ്യസഭയിൽ ഉണ്ടാവും. ഇപ്പൊ PT ഉഷയൊക്കെ രാജ്യസഭാ അംഗമാണ്. അതേപോലെ തന്നെ ഇന്നസെന്റ് ഒക്കെ രാജ്യസഭാ അംഗമായിരുന്നു. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നിയമസഭ, എന്താണ് ലോകസഭ എന്നുള്ളത് അല്ലെ. ലോകസഭ എവിടെയാണ്? കേന്ദ്രത്തിലാണ്. നിയമസഭകൾ എവിടെ നിന്നാണ് പോകുന്നത്? ഓരോ സംസ്ഥാനത്തിലാണ് എന്തുണ്ടാവുക? നിയമസഭകൾ ഉണ്ടായിരിക്കുക. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം. എന്താ വിവർത്തന സംവിധാനം എന്ന് പറയുന്നത്? ഇപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വരികയാണെങ്കിൽ അവർക്ക് നമ്മുടെ മലയാള ഭാഷ അറിയോ? ഇല്ല. തൊട്ടടുത്ത് നിന്നിട്ട് അവർ പറയുന്ന ഭാഷ എന്ത് ചെയ്യുന്നു? മലയാളത്തിലാക്കല് ചെയ്യുന്നത്. അപ്പോഴല്ലേ നമുക്ക് അവർ എന്താ പറയുന്നത് മനസ്സിലാണത്? ഇതാണ് വിവർത്തന സംവിധാനം. ഇതിന്റെ ആൻസർ ഉത്തർപ്രദേശ് ആണ്. എന്തുകൊണ്ട് ഉത്തർപ്രദേശ് വന്നു? ഈ ഉത്തർപ്രദേശ്, നമ്മുടെ കേരളത്തിൽ മലയാളം മാത്രമല്ലേ സംസാരിക്കുന്നത്, എന്നാൽ ഉത്തർപ്രദേശിൽ ഹിന്ദിയും ഉറുദും ആംഗലേയ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇത് ഉത്തർപ്രദേശ്. ഇനി ഉത്തർപ്രദേശിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഗംഗാ നദി ഒഴുകുന്നത്. ഗംഗാ നദി ഒഴുകുന്നത് കൊണ്ട് തന്നെ അവിടെ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് അവിടെ കൂടുതൽ കൃഷി നടക്കുന്നുണ്ട്, അവിടെ കൂടുതൽ ജനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ലോകസഭയിലേക്കുള്ള അംഗങ്ങൾ എവിടെ നിന്നാണ്? ലോകസഭയിൽ നിന്നാണ്. രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളാണെങ്കിലോ അതും ഉത്തർപ്രദേശിൽ നിന്നാണ്.
അപ്പോ ഉത്തർപ്രദേശിന്റെ പ്രത്യേകതകൾ ഞാൻ കുറെ പറഞ്ഞില്ലേ. ഏറ്റവും കൂടുതൽ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏതിലൂടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണല്ലോ കൂടുതൽ ആളുകൾ ഉള്ളത്. അതുകൊണ്ട് ലോകസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ നിന്നാണുള്ളത്? അതും ഉത്തർപ്രദേശിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ നിന്നുള്ളതാണ്? അതും ഉത്തർപ്രദേശിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് എവിടെയാണ്? അതും ഉത്തർപ്രദേശാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനം ഉള്ളത് എവിടെയാണ്? അതും ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിനെ കുറച്ച് വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ഉത്തർപ്രദേശ് ആണ് എന്ന് വരാനുള്ള കാരണം ഇവിടെ ഉറുദു, ഹിന്ദി, ആംഗലേയ ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഹിന്ദിയിലാണ്. അവിടുത്തെ നിയമസഭകളിൽ എല്ലാ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതൊക്കെ ഏത് ഭാഷയിലാണ്? ഹിന്ദി ഭാഷയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വിവർത്തന സംവിധാനം വന്നിട്ടുള്ളത്. ഉറുദു സംസാരിക്കുന്ന ആളുകൾ അവിടെ വന്ന് എന്തെങ്കിലും കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവിടെ വിവർത്തന സംവിധാനം വേണ്ടേ? അത് വിവർത്തനം ചെയ്ത് അത് അപ്പോൾ തന്നെ രേഖപ്പെടുത്തണ്ടേ? നമ്മൾ എന്താണോ അവിടെ പറയുന്നത്, ഇന്ന മന്ത്രി എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ സ്പീക്കർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അത് വിവർത്തനം ചെയ്യണം. അത് വിവർത്തനം ചെയ്ത് ഇന്ന ആൾ ഇന്നത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ വിവർത്തന സംവിധാനം എവിടെ വന്നിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഇനി മറന്നു പോവില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ജ്ഞാനപാന പുരസ്കാരം നേടിയതാര്? KP ശങ്കരൻ. ആരാണ്? KP ശങ്കരൻ. ഇത് നൽകുന്നത് ആരാണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇത് നൽകുന്നത്. ജ്ഞാനപാന എഴുതിയിട്ടുള്ള പൂന്താനത്തിന്റെ സ്മരണക്ക് വേണ്ടിയിട്ടാണ് ഈ ജ്ഞാനപാന പുരസ്കാരം നൽകുന്നത്. ആർക്കാണ്? KP ശങ്കരൻ. ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? KP ശങ്കരൻ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശമുള്ള ജില്ല ഏതാണ്? സംസ്ഥാനത്ത് തയ്യാറാക്കിയ വരൾച്ച മാപ്പ്, അതായത് എവിടേക്കാണ് വരൾച്ചയുള്ള പ്രദേശങ്ങൾ കൂടുതലുള്ള ജില്ല. വരൾച്ച പ്രദേശങ്ങൾ, ഇപ്പോ നിലമ്പൂർ ഒരു പ്രദേശമാണ്, കൊടുമ്പാടം ഒരു പ്രദേശമാണ്, അതുപോലെ ഓരോ സ്ഥലങ്ങൾ ഒരു പ്രദേശമാണ്. അങ്ങനെ പ്രദേശങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചത്. കാസർഗോഡാണ്. എന്താണ്? കാസർഗോഡാണ്. എല്ലാവരും ചിലപ്പോൾ ആൻസറിലേക്ക് എത്തിയതാണോ? നമ്മളെ PSCയിലൊക്കെ പാലക്കാട് എത്തും. കാരണം എന്താ? പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ചൂട് കൂടുതൽ കാരണം ചൂട് വരുന്നത് കാരണം എന്ത് ചെയ്യുന്നു? പാലക്കാട് ചൂട് കൂടുതലാണ് അല്ലെ? ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള ജില്ല ഏതാണ്? പാലക്കാടാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ആൻസർ ഏതിലേക്ക് എത്തും? പാലക്കാടിലേക്ക് എത്തും. എന്നാൽ പാലക്കാടല്ല ആൻസർ, കാസർഗോഡാണ്. എന്തായിരിക്കും കാരണം? കാസർഗോഡിലാണ് ഏറ്റവും കൂടുതൽ ചെറു നദികൾ ഉള്ളത്. ഏറ്റവും ചെറിയ നദികൾ ഉള്ളത് എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡിനെ അറിയപ്പെടുന്നത് എന്താണ്? നദികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഏതാണ്? ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. ശരിക്കും നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ 15 കിലോമീറ്റർ വേണം. ഒരു നദിയാണ് എന്നുള്ളത്, നദിയുടെ താഴെ വരുന്നത് ഏതാ? തോടാണ് അല്ലെ? പിന്നെ അരുവിയായിട്ടൊക്കെ വരും. അപ്പൊ ഒരു നദിയാണെന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് 15 കിലോമീറ്റർ നീളം വേണം. ഈ മഞ്ചേശ്വരം പുഴക്ക് 16 കിലോമീറ്റർ ഉണ്ട്. എത്രയാണ്? ഈ മഞ്ചേശ്വരം പുഴ എത്രയുണ്ട്? 16 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഏത്? മഞ്ചേശ്വരം പുഴ. ഇത് എവിടെയാണ് ഉള്ളത്? കാസർഗോഡാണ്. അപ്പൊ ഏറ്റവും ചെറിയ നദികൾ കൂടുതലുള്ള ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇത് വേനൽക്കാലമായ പെട്ടെന്ന് ഉണങ്ങൂലെ, വെള്ളം വറ്റിപ്പോവൂലെ, ചെറിയ നദികളല്ലേ, അവർക്ക് വെള്ളം കപ്പാസിറ്റി ചെയ്യാനുള്ള കഴിവുണ്ടാവൂല. ആ ഒരു കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വരൾച്ച സംഭവിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മഴ മാത്രമേ കാസർഗോഡിലേക്ക് അധികമായിട്ട് ലഭിക്കുള്ളൂ. തെക്കു പടിഞ്ഞാറൻ മഴ എന്ന് പറയുന്നത് നമ്മുടെ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പെയ്യുന്ന മഴയല്ലേ, അത് മാത്രമാണ് ഇവിടേക്ക് കിട്ടുക, കാസർഗോഡിലേക്ക് ലഭിക്കുക. എന്നാൽ നമുക്കാണെന്നുണ്ടെങ്കിലോ നമുക്ക് വടക്ക് കിഴക്കൻ മഴയൊക്കെ ലഭിക്കാറുണ്ട് അല്ലെ? വടക്ക് കിഴക്കൻ ഇടിയോട് കൂടിയ മഴയൊക്കെ നമുക്ക് ലഭിക്കാറില്ലേ? ഒക്ടോബർ ആ മാസങ്ങളിലൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ അവിടേക്ക് ആ മഴ എന്ത് ചെയ്യാണ്? കുറവാണ്. അതുകൊണ്ട് മഴ കുറവ് കാരണവും നദികൾ ചെറുതായത് കൊണ്ടൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ വരൾച്ചകൾ സംഭവിക്കുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഇനി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എന്നോട് എന്ത് ചെയ്യാം? വാട്സപ്പിൽ എന്നെ ഏറ്റവും കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗം 200 വിക്കറ്റ് തികക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗം 200 വിക്കറ്റ് തികക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? ഏറ്റവും വേഗം 200 വിക്കറ്റ് തികക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? മുഹമ്മദ് ഷമ്മി. ഷമ്മി മാസാഡ എന്നൊക്കെ കേട്ടില്ലേ നിങ്ങള്? മുഹമ്മദ് ഷമ്മിയാണ് 200 വിക്കറ്റ് തികക്കുന്ന ഇന്ത്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ ഉണ്ടായ എർത്ത് ക്യോക്ക് സ്വാം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. അതായത് ഭൂകമ്പം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ആൻസർ ഗ്രീസ് ആണ്. 2025 ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? ഗ്രീസിലാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭൂമി, ഈ ഭൂഖണ്ഡങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. അതായത് സമുദ്രമൊക്കെ ഒരുമിച്ചും ഭൂഖണ്ഡങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. ഇപ്പോ ഓസ്ട്രേലിയ, ഇന്ത്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക, ഇവരൊക്കെ അങ്ങനെ വേർപിരിഞ്ഞല്ലേ കിടക്കുന്നത്. ആദ്യം ഇതൊക്കെ എല്ലാതും ഒരുമിച്ചായിരുന്നല്ലോ. ഇതിനെ പന്തലാസ എന്നാണ് അറിയപ്പെടുന്നത്.
പന്തലാസയും പാഞ്ചിയയും. എന്താണ് പന്തലാസയും പാഞ്ചിയ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ ഇവ പിളർന്നിട്ടാണോലോ എന്ത് ചെയ്തത് ഓരോരോ വിടവുകൾ അവിടെ ഉണ്ടായിട്ട് സമുദ്രങ്ങളായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. ശരിക്കും ഒരു മുട്ട പോലെയാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. മുട്ടയുടെ തോട് പൊട്ടിയ കണ്ടില്ലേ, ഇങ്ങനെ വിഭജിച്ച് നിൽക്കുമല്ലോ. അതിന്റെ ഉള്ളിൽ ഒരു കാമ്പ് പോലെ, അതായത് ഒരു കയമ്പ് പോലെയല്ല ഉണ്ടായിരുന്നത്. പിന്നീടോ അതിന്റെ അടിഭാഗത്തോ ഒരു ഖരം രൂപത്തിൽ അല്ലെ. അതേപോലെ തന്നെയാണ് ഭൂമി. ഭൂമിയുടെ അടിയിൽ വളരെ ചൂട് കൂടിയിട്ടുള്ള തീയാണ്. നമ്മുടെ കാമ്പ് എന്നൊക്കെ പറയില്ലേ, അത് തീയാണ്. ഈ തീയുടെ ശക്തി കാരണമാണ് ഇതിന്റെ മുകൾ ഭാഗം എന്ത് ചെയ്യുന്നത്, പൊട്ടുന്നത്. നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗം പൊട്ടുന്നത് ഇങ്ങനെ അടിയിലുള്ള തീയുടെ ശക്തി കൂടുന്നത് കാരണമാണ്. അങ്ങനെയാണല്ലോ ഇതിങ്ങനെ പിളരുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ആദ്യം ഈ ആഫ്രിക്കയുടെ ഭാഗത്തായിരുന്നല്ലോ. പിന്നെ ഇന്ത്യ ഇങ്ങനെ വിഭജിച്ച് ഇപ്പോഴും എത്രയോ സെന്റിമീറ്ററുകൾ ഇപ്പോഴും അകലുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ വന്നിട്ട് കൂട്ടിമുട്ടിയപ്പോഴാണ് ഹിമാലയ ഉണ്ടാവുന്നത്. അതിന് യുറേഷ്യ എന്നൊക്കെ പറയുന്നുണ്ട്. ഹിമാലയം എന്ന് പറയുന്നത് മടക്ക് പർവ്വതമല്ലേ. ഇങ്ങനെ കൂട്ടിമുട്ടിയപ്പോൾ എന്ത് ചെയ്യുന്നത്, അത് പർവ്വതമായിട്ട് അവിടെ പൊന്തിയതാണെന്നാണ് നമ്മുടെ ചരിത്രങ്ങളിലൂടെയൊക്കെ പറയപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ ഒഴുകി നടക്കണം. നമ്മുടെ ഭൂഖണ്ഡങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മുകളിലൂടെ അങ്ങനെ ഒഴുകി നടക്കുകയാണല്ലോ. സാധാരണ നമ്മൾ വാഹനത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ എഞ്ചിനൊക്കെ വളരെ ലൂസ് ആവാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കാറുള്ളത്, ഗ്രീസ് ആണ് ഉപയോഗിക്കാറുള്ളത്. എന്താണ്, ഗ്രീസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇവിടുത്തെ ആൻസർ എന്താണ്, ഗ്രീസ് ആണ്. അപ്പൊ ഇവിടെ പൊട്ടാനുള്ള കാരണം എന്താണ്, അവിടെ കൂടുതൽ ഗ്രീസ് വന്നിട്ടുണ്ടാവും. ഇവിടെ ഭൂമിയുടെ അടിയിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഗ്രീസ് എന്ന രാജ്യത്തിന്റെ അടിയിൽ എന്ത് വന്നിട്ടുണ്ടാവും, കുറച്ച് സ്മൂത്ത്നെസ് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അടിഭാഗം നല്ല ചൂട് കൂടിയത് കാരണമാണ്. ഇപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിക്കുള്ള കാര്യം, നമുക്ക് പഠിക്കാനുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും കണക്ഷനിലൂടെ നമുക്ക് പറഞ്ഞു നിൽക്കുകയാണ്. ആദ്യം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഒറ്റ ഭൂഖണ്ഡമായിരുന്നു. ഇവിടെ ഇന്ത്യ എന്നോ പാകിസ്ഥാൻ അല്ല, ഇന്ത്യ എന്നോ ആഫ്രിക്ക എന്നോ യൂറോപ്പ് എന്നോ റഷ്യ എന്നോ ഓസ്ട്രേലിയ എന്നോ വേർതിരിഞ്ഞ് നടന്നിട്ടില്ല. ഇവിടെ ഇതിന്റെ ഉള്ളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രമോ അമേരിക്കൻ സമുദ്രമോ അറ്റ്ലാന്റിക് സമുദ്രമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഒരുമിച്ചായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യാണ്, ഈ പ്ലാറ്റ്സ്ലെറ്റുകൾ എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പിളർപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് സെന്റിമീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അങ്ങനെയാണ് ഹിമാലയ ഉണ്ടായത്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാണ്. ശരിക്കും നമ്മുടെ വാഹനങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട്, എന്ത് കാര്യം വളരെ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്, മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഗ്രീസ്. അപ്പൊ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. എങ്ങനെയാണ്, ഇവിടെ ഭൂകമ്പം ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഇവിടെ കുറച്ച് ഗ്രീസ് കൂടുതലായത് കൊണ്ടാണ് അല്ലെ. അതുകൊണ്ടാണ് അത് ഉറച്ചു നിൽക്കാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്.